മോനെ കുറച്ച് സാധനം വാങ്ങണേനു. നമുക്ക് വടകര സ്റ്റോർ പോയാ പോരെ? ആടെ ഹോൾസെയിൽ അല്ലേ അമ്മ? ആടെ റീറ്റെയിലും ഉണ്ട്. വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ. 8 ഉറുപ്പ്യക്ക് മഗ് നിങ്ങൾ വേറെ എവിടെ നിന്ന് വാങ്ങി തരുവാ? ചൂളിന് 40 ഉറുപ്പ്യുള്ളൂ. മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ, ഹാൻഡ് വാഷ് ഇതിൽ ഏതെടുത്താലും 110. 6 ലിറ്റർ ബാറ്ററി വാട്ടറിന് 65 ഉറുപ്പ്യ ഉള്ളൂ. ഇവരെങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നറിയോ? ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ നേരിട്ട് ഇറക്കുന്നത് കൊണ്ടാ. ലൂക്കറിന്റെ ട്യൂബ് 99, ബൾബ് 35. 15 ഉറുപ്പ്യക്ക് ചെടിച്ചട്ടി നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടാനാ? ഇവിടുന്ന് ഏത് പില്ല് എടുത്താലും 50% ഡിസ്കൗണ്ട്. ഗ്യാസ് ലൈറ്ററിനില്ലേ 29 ഉള്ളൂ. 5 ലിറ്ററിന്റെ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഡിറ്റർജന്റ് ഇത് ഏതെടുത്താലും 99 ഉള്ളൂ. വീട്ടിൽ പ്ലേറ്റിനുള്ള 25 ഉള്ളൂ. 5 ലിറ്ററിന്റെ ഫെനോയിലിന് വെറും 99. മൂപ്പിന് 49. വടകര സ്റ്റോർ, വടകരയുടെ സ്റ്റോർ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര. വടകര MUM ഹയർ സെക്കൻഡറി NSS യൂണിറ്റ് വയനാട്ടിലെ മുണ്ടക്കൈ പ്രദേശത്തെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകന്നുപോയ ജനതയെ ഓർത്തും അവരുടെ ഓർമ്മകൾ പങ്കുവച്ചും ചൂരൽ എന്ന പേരിൽ മാഗസിൻ പുറത്തിറക്കി. മാഗസിൻ പ്രകാശനം രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ചരിത്രകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ MC വടകരയ്ക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. ഈ ചൂരൽ എന്ന മാഗസിൻ കണ്ടപ്പോഴാണ് വളരെ നല്ല രീതിയിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ചു. മാത്രവുമല്ല ഇതിന്റെ ലേഖനങ്ങൾ വെറുതെ മറിച്ചു നോക്കിയപ്പോൾ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള ലേഖനങ്ങൾ മാത്രമല്ല പദ്യങ്ങളും കവിതകളും എല്ലാം ആയിട്ടുള്ള നല്ല രീതിയിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു പ്രതി ഞാൻ കൊണ്ടുപോയിട്ട് എന്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പക്ഷെ എന്റെ ആദ്യത്തെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പതിപ്പാണ് നിങ്ങൾ ഇറക്കിയിരിക്കുന്നത്. അതിനെല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും ഞാൻ ആദ്യം തന്നെ നേരട്ടെ. പിന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്ത് പരിപാടി ഉണ്ടെങ്കിലും വലിയ സന്തോഷത്തോടു കൂടി ഞാൻ വരാറുണ്ട്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നതാണ് നമ്മുടെ സമൂഹത്തിന്റെ ശക്തി. വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സമൂഹം എന്ന് പറയുന്ന ഒരു ശക്തിയില്ലാത്ത സമൂഹമാണ്. ഞാനിപ്പോ ഒരു മാസം മുമ്പ് ജാർഖണ്ഡിൽ പോയിരുന്നു. ജാർഖണ്ഡിൽ ജംതാര എന്ന് പറയുന്ന സ്ഥലത്ത് പോയിരുന്നു. ഒരു പരിപാടിയായിട്ട് പോയതാണ്. ഹമീദ് അലി ശിഹാബ് തങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു തിങ്കളാഴ്ച ഉച്ചക്ക് നടന്ന പരിപാടിയിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. സ്കൂൾ പരിപാടി, വിദ്യാഭ്യാസ പരിപാടി ഒന്നുമല്ല. ഒരു കൾച്ചറൽ സെന്ററിന്റെ ഉദ്ഘാടനവുമായി പോയതാണ്. ഒരു ഗ്രാമം മുഴുവൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഈ കുട്ടികളൊക്കെ എന്താണ് സ്കൂളിൽ പോയിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പൊ അവരുടെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സ്കൂളിൽ പോകണമെങ്കിൽ 45 കിലോമീറ്റർ അകലെയാണ് സ്കൂൾ. അങ്ങനെ 45 കിലോമീറ്റർ അകലെ പോകണമെങ്കിൽ സ്കൂൾ ബസ് ഇല്ല, ബസ് പോലുമില്ല, സാധാരണ ബസ് പോലുമില്ല. അപ്പൊ പോകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ സൈക്കിൾ ചവിട്ടി പോകണം, അല്ലെങ്കിൽ നടന്നു പോകണം. അപ്പൊ അത്രയും ദൂരത്തിൽ പോകാനൊന്നും ഇവിടെ ആർക്കും കഴിയില്ല. അപ്പൊ ഇവിടുത്തെ മാതാപിതാക്കൾ വിചാരിച്ചിരിക്കുന്നത് ഇനിയിപ്പോ സ്കൂളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. 10 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരെയും കൂലി ജോലിക്ക്, ദിവസ ജോലിക്ക് വിട്ടിട്ട് ഒരു 100 രൂപയോ ഒരു 150 രൂപയോ കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വലിയ കാര്യമാകും. അതാണ് ഇന്ത്യയിലെ ഇപ്പോഴുള്ള അവസ്ഥയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥകളാണ് ഇന്ത്യയിൽ ഇപ്പോഴുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വലിയ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങളൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ ഇവിടുന്ന് വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും കൂടിയാലും 5 കിലോമീറ്റർ ഒക്കെ ദൂരത്തിലായിരിക്കും നിങ്ങളുടെ വീടുകളുള്ളത്. അപ്പൊ അത്ര സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് എന്ന് പറയുന്നത് ഇന്ന് ചിന്തിക്കാൻ പറ്റാത്ത പല സംസ്ഥാനങ്ങളും ഇന്ത്യയിലുണ്ട്. വിദ്യാർത്ഥികളുടെ സർഗാത്മക ഇടപെടലുകളാണ് മാഗസിനിൽ ഉടനീളം കാണാൻ സാധ്യമാകുന്നത്. ആധുനിക ടെക്നോളജിയുടെ എല്ലാ സംവിധാനങ്ങളും ഈ മാഗസിനുമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയം, സാമൂഹ്യം, ചരിത്രം, യാത്രാനുഭവം, വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വൈവിധ്യമാർന്ന രചനകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയ മാഗസിനാണ് ചൂരൽ. ചൂരൽ എന്ന വാക്കിലൂടെ അധ്യാപക വിദ്യാർത്ഥി ബന്ധവും അർത്ഥമാക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ഹാജറ KK അധ്യക്ഷത വഹിച്ചു. നമ്മുടെ NSS ഒരുപാട് 2014 തുടങ്ങിയതാണ്, 11 വർഷത്തിലേക്ക് എത്തി. ഒരുപാട് പ്രവർത്തനങ്ങളാണ് NSS കാഴ്ചവെച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർക്ക് വീടെടുത്ത് കൊടുത്തു. അതേപോലെ തന്നെ പാവപ്പെട്ട 4 വ്യക്തികൾക്ക് കച്ചവട പങ്ക് നൽകി. റെയിൽവേ സ്റ്റേഷനിലും അതേപോലെ ബസ് സ്റ്റാൻഡിലും വഴിയോരങ്ങളിലും കിടക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി ഭക്ഷണങ്ങൾ വിതരണം ചെയ്തും അതേപോലെ ബ്ലഡ് ഡൊണേഷൻ നൽകിയും ഇനി ഒരു പുതിയ വീടിന് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ ഒരുങ്ങുകയാണ്. എല്ലാം നല്ല ഒരു NSS യൂണിറ്റാണ് നമ്മുടെ MUMന്റെ NSS യൂണിറ്റ്. പ്രോഗ്രാം ഓഫീസർ ലത്തീഫ് തുറിയോ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അധ്യാപകനായ അദീബ് അഹമ്മദ്,
മാഗസിൻ പരിചയപ്പെടുത്തി. വയനാട്ടിലെ മുണ്ടക്കൈ മേഖലയിൽ ഒരു ദുരന്തം, ഒരു ജനതയെ, ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളിൽ നിന്ന് എല്ലാം അടർത്തി മാറ്റിയ സമയത്ത് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള സ്വപ്നങ്ങൾക്കും നിറം പകർന്നുകൊണ്ട് അവരുടെ നഷ്ടങ്ങൾ ഞങ്ങളുടെ നഷ്ടങ്ങളാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ മാഗസിന് ഒരു സംശയവും കൂടാതെ ഞങ്ങൾ പേര് കൊടുത്തു ചൂരൽ. അവിടെ ഒരേ സമയത്ത് ചൂരൽ എന്നത് ഒരു ജനതയോടുള്ള ഐക്യദാർഢ്യമാകുന്ന സമയത്ത്, പുതിയ കാലത്ത് ലഹരിയുടെ അഴിഞ്ഞാട്ടം നടക്കുന്ന ഒരു സമയത്ത് അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന്റെ ഏറ്റവും മഹനീയമായ സാന്നിധ്യവും അടയാളപ്പെടുത്തലും കൂടി ഞങ്ങൾ ഈ മാഗസിനിലൂടെ പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ മികച്ച NSS ക്യാമ്പംഗങ്ങൾക്ക് ഉപഹാരം നൽകി. ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ നിറവ് എന്ന മാഗസിൻ ഹാരിസ് ബീരാൻ ഏറ്റുവാങ്ങി. ഹാരിസ് ബീരാൻ എംപിക്ക് മാനേജർ NP അബ്ദുള്ള ഹാജി, പ്രിൻസിപ്പൽ ഹാജറ KK എന്നിവർ ചേർന്ന് ഉപഹാരം സമർപ്പിച്ചു. NSS ക്ലസ്റ്റർ കോർഡിനേറ്റർ മനോജ് കൊളോറ, MI സഭാ മാനേജർ NP അബ്ദുള്ള ഹാജി, MI സഭാ പ്രസിഡന്റ് പ്രൊഫസർ KK മഹമ്മൂദ്, MI സഭാ സെക്രട്ടറി ഫൈസൽ, PTA പ്രസിഡന്റ് യൂനുസ് KT, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ അഷ്റഫ് NP, VHSC പ്രിൻസിപ്പൽ ഇർഷാദ് P, ഹയർ സെക്കൻഡറി അധ്യാപിക ഫെമിന M, സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി ഹംസ NP, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അഷ്റഫ് കൊളേരിക്കണ്ടി, NSS വോളണ്ടിയർ ലീഡർ ഫാത്തിമ മിസ്ന എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. NSS വോളണ്ടിയർ ലീഡർ സൽസബിയിൽ നന്ദി പറഞ്ഞു. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി.